എത്ര റബ്ബർ എസ്റ്റേറ്റും തെങ്ങും തോപ്പുകളുടെയും പ്രമാണങ്ങൾ ഒരൊറ്റ കരങ്ങളിൽ നിക്ഷിപ്തമാണെന്നുള്ള അതേ ഒരൊറ്റ ആള് കോടീശ്വരനായിരുന്നാലും കോടിപതിയായിരുന്നാലും കോടാന കോടിയായിരുന്നാലും ശതകോടീശ്വരനായിരുന്നാലും ലോകം മുഴുവൻ അടക്കി ഭരിക്കാനുള്ള അധികാരം അവന്റെ അടുത്തുണ്ടെങ്കിലും അതാ കിരീടവും ചെങ്കോലും വെഞ്ചാമരം വീശാനും സുന്ദരിമാരും പരിവാരങ്ങളും അവനോടൊപ്പം ഉണ്ടായിരുന്നാലും മറന്നു പോകണ്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഗൗരവത്തോടൊന്ന് ആലോചിക്കണേ. അല്ലാഹുവിന്റെ തീരുമാനം എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ആരോഗ്യമുള്ള തന്റെ ഇടമുള്ള ചെറുപ്പക്കാർ വിചാരിക്കും, ഉസ്താദ് ഞാൻ ഇപ്പോഴെങ്ങും മരണപ്പെടൂല, കാരണം പൂർണ്ണ ആരോഗ്യവാനായ ഒരാളാണ് ഞാൻ. എന്റെ ട്രൈസും ബൈസും ഫോറാമും വിങ്സും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും എന്റെ ശരീരത്തിന്റെ വടിവും നല്ല ടൈറ്റ് ഫിറ്റുള്ള ബോഡിയായത്. സൽമാൻ ഖാന്റെ മസിൽ പവറും അതേ എനിക്ക് നല്ല പവറാണുള്ളത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അടുത്തൊന്നും മരിക്കൂല എന്ന് പറയുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അത് ചിന്തിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്ക്. പൊന്നുമോളെ, നീ മദിന 17കാരിയായ സന്തോഷവതിയായിട്ട് കലാലയങ്ങളിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നെങ്കിൽ എനിക്കൊരു രോഗവുമില്ല ഉസ്താദെ, എനിക്കൊരു പ്രതിസന്ധിയില്ല ഉസ്താദെ, എനിക്കൊരു പ്രയാസമില്ല, ഞാൻ ഈ അടുത്തൊന്നും മരിക്കൂല, എനിക്കൊരു പനി പോലും വരാത്ത പെൺകുട്ടിയായാൽ അതുകൊണ്ട് ഞാൻ മരിക്കൂല, വളരെ മരിക്കൂല. എന്നെ കെട്ടിച്ചു വിടാനുണ്ട്, എന്റെ മാരനുമായിട്ട് ഞാൻ ഉല്ലസിക്കാനുണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടാകാനുണ്ട്, എനിക്ക് മാളികയിലേക്ക് കടന്നു പോകാനുണ്ട്, എനിക്ക് വിദേശ നാടുകളിൽ ഉൾപ്പെടെ ഹണിമൂണിന് കറങ്ങാനുണ്ട്, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഒരൊറ്റ ചിന്തക്ക് ഞാനൊരു വഴിമരുന്നിടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അടക്കം ചെയ്യുന്ന പള്ളിക്കാടുണ്ടല്ലോ, അടക്കമുള്ള പള്ളി ഏതാ? കബറടക്കമുള്ള എന്താ എന്റെ പേര്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്രേരി പള്ളിയുടെ പള്ളിപ്പറമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ ഒന്ന് കടന്നു പോകുമോ? നമ്മളൊക്കെ പറയുന്നത് എന്താ ഉസ്താദേ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, ഞാൻ പ്രായം കുറവുള്ള ആളാ. നിങ്ങൾ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും എന്റെ ഹൃദയാന്തരാളത്തിൽ ഒരിക്കലും അതും പ്രതിഫലിക്കൂല്ല. ഞാൻ പേടിക്കൂല, ഭയപ്പെടൂല, കാരണം ഞാനും മധുര 17കാരിയാ, ഞാൻ 15 വയസ്സുള്ള പെണ്ണാ, ഞാൻ 20 വയസ്സുള്ള പെണ്ണാ, ഞാൻ 25 വയസ്സുള്ള ആരോഗ്യദൃഢകാത്തനായ ചെറുപ്പക്കാരനാ. എനിക്ക് മരണം ഇപ്പോഴെങ്ങും വരൂല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇതാ ഭാഗ്യമായിട്ടുള്ള ഒരടയാളം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. ആ പള്ളിപ്പറമ്പിലേക്കൊന്ന് പോകുമോ പൊന്നുമോള്? ആ പള്ളിപ്പറമ്പിലേക്കൊന്ന് പോകുമോ പൊന്നുമോന്? അവിടെ ഒന്ന് പരിശോധിക്കുമോ? 80 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമാണോ അവിടെ കിടന്നുറങ്ങുന്നത്? അല്ല, 90 വയസ്സുള്ള ഉമ്മാമയുടെ ഖബർ മാത്രമാണോ അവിടെയുള്ളത്? അല്ല. മറിച്ച് ആ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരൊക്കെയാ? പള്ളിക്കാടെന്ന കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാ? ഇന്ന് വരെയും ആലോചിച്ചിട്ടുണ്ടോ? ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവര്? അതാ ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന് മുമ്പ് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാവിള്ളയായിട്ട് പുറത്തേക്ക് വന്ന ചോരക്കൊന്നുണ്ടല്ലോ, ആ ചാവിള്ള കിടക്കുന്ന നാടാ പള്ളിക്കാട്, മറന്നു പോകണ്ട. അതാ പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ എത്രയോ മരിച്ചിട്ടുണ്ട്, അടക്കം ചെയ്ത നാടാ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുമോന് കിടക്കുന്നില്ലടോ, 10 വയസ്സുള്ള പൊന്നുമോളില്ലേ? ആരോഗ്യമുണ്ടായിരുന്ന പലരും ഇപ്പൊ പള്ളിക്കാട്ടിലല്ല, മറന്നു പോകണ്ട. പല കാരണങ്ങളാലും അവര് പള്ളിക്കാട്ടിലേക്ക് പ്രയാണം നടത്തി മരണം വരിച്ചുകൊണ്ട് യഥാർത്ഥ ലോകത്തിലേക്കുള്ള 1ാമത്തെ വീടാകുന്ന ഖബറിൽ അവർ ഉറങ്ങുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മണ്ണറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ആളുകളുടെയും മണ്ണറകൾ നീ മണിയറകളാക്കണേ അല്ലാ. അവര് ചെയ്ത സുഹൃതങ്ങൾ നീ 10 മടങ്ങ് പ്രതിഫലത്തോടെ കബൂലാക്കണേ അല്ലാ. അവര് ചെയ്തു പോയ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. അവര് ചെയ്തു പോയ തിന്മകളെ നന്മകളായിട്ട് നീ മറിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സൊന്നിച്ച് അല്ലാഹുവിനെ സാക്ഷി നിർത്തി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമാ, മറന്നു പോകണ്ട.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏതൊക്കെ ക്വാളിറ്റി പറഞ്ഞാലും അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചു എന്റെ പ്രിയപ്പെട്ട മരണമെന്ന വിഷയം പറയുന്നതിനേക്കാളും കടപ്പല്ലേ മയ്യത്തുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി എന്താ പറഞ്ഞ? മരണമെന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നതിലും മരണത്തെ കുറിച്ച് കൂടുതൽ ഓർക്കേണ്ടുന്ന സമയമല്ലേ ഒരു മരണ വീട്ടിൽ നമ്മൾ സംബന്ധിക്കുമ്പോ. ആ സമയത്ത് നമ്മുടെ ചിന്ത എത്രയാ വിശാലമായിട്ട് പറയാനുള്ള സമയമില്ല. ഇന്ന് വരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാമാകുന്ന പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ കരങ്ങൾ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സംസ്കരണം നടത്തിയിട്ടുണ്ട്. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പിൽ ഇങ്ങനെ ക്രോസിന് കിടത്തിയിട്ട് പിന്നിൽ നമ്മൾ സഫ് സഫായിട്ട് ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആണിനും പെണ്ണിനും മാറി മാറി നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ നാട്ടുകാരിൽപ്പെട്ടവർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമുക്കെല്ലാമായിരുന്ന പലരെയും മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഇന്ന് വരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വേളയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാ ഞാൻ ഇതുപോലെ ക്രോസായിട്ട് നീ കിടക്കാൻ എത്ര ദിവസമാ? ഞാനിങ്ങനെ മുമ്പിൽ കിടന്ന് ബാക്കിയുള്ള ആളുകളാണ് എത്ര ദിവസമാ? ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ മയ്യത്തിന്റെ മുഖം ഇങ്ങനെ മാറ്റി ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രദേശത്ത്, കണ്ണൂർ ജില്ലയുടെ ഈ പ്രദേശത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. തെക്കൻ ഭാഗങ്ങളിലുമൊക്കെ ഉള്ള ഒരു പരിപാടിയായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ നിർത്തണം, ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അന്യ പെണ്ണാകട്ടെ അന്യ പുരുഷനാകട്ടെ മരണപ്പെട്ടെന്ന് കേട്ടാൽ മരണ വീട്ടിലേക്ക് പോയി അവരുടെ മുഖം കാണുന്ന, അവന്റെ മുഖം കാണുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാ. മറന്നു പോകണ്ട. ജീവിച്ചിരിക്കുമ്പോഴുള്ള ഹുക്മ തന്നെയാണ് മരണപ്പെടുമ്പോഴുമുള്ള ഹുക്മ. ജീവിച്ചിരിക്കുമ്പോ അവളെ കാണൽ നിനക്ക് അനുവദനീയമാണോ? എന്നാൽ മരണപ്പെട്ടാൽ ഒരു നോക്ക് നിനക്ക് നോക്കാം. മരണപ്പെടുമ്പോ ഹുക്മിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. വളരെ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മരണ വീട് കല്യാണ വീട് പോലെയാകുന്ന വല്ലാത്തൊരു ദുരന്തപൂർണമായ അവസ്ഥ. കാരണം വരുന്ന ആളുകളൊക്കെ കുശലാന്വേഷണം പറഞ്ഞ്, തമാശ പറഞ്ഞ്, പല കാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോ ആ മയ്യത്തിന് വേണ്ടിയിട്ടൊരു യാസീൻ ഓതാൻ നിനക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ട പൊന്നുമോനെ? നീ വന്ന ഉടൻ തന്നെ ആദ്യമായിട്ടൊരു ഫാത്തിഹ ഓതി ആ മയ്യത്തിന് ഹദിയ ചെയ്യാനുള്ള സമയവും സന്ദർഭവും നിന്റെ മരണ വീട്ടിലേക്ക് പോക്കിലിടക്ക് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതിനുള്ള ഇടം കിട്ടിയിട്ടുണ്ടോ? അതിനുള്ളൊരവസരം നീ അന്വേഷിച്ചെടുത്തിട്ടുണ്ടോ? വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് മരിച്ചതിന് ശേഷം മയ്യത്തിന്റെ അഖിലുകാരായ ആളുകളാണ് മയ്യത്തിലെ ഏതെങ്കിലും ഹറാമിയത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിമറിച്ചാൽ ആ ഉത്തരം പറയാൻ അല്ലാഹു പിടിക്കുന്നത് മയ്യത്തിനെയല്ല. മയ്യത്തിന്റെ റോള് കഴിഞ്ഞു. മയ്യത്തിന്റെ റോള് കഴിഞ്ഞു. പിന്നെ ആരെയാണ് പിടിക്കുന്നത്? ആ മയ്യത്തിന്റെ അവകാശികളാണെന്ന് പറയുന്ന ആളുകളെ പടച്ച തമ്പുരാൻ ചോദിക്കും. അതൊരു മറ്റൊരു വിഷയമാണ്. കൂടുതൽ മസലകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ ഓർത്തോ. ഇന്നല്ലെങ്കിലും നാളെ നമ്മൾ മരിക്കാനുള്ളവരാ. എന്താണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരണത്തെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വരാത്തത്? എന്റെ പ്രിയപ്പെട്ട പൊന്നുപങ്ങളെ, എന്തെല്ലാം സീരിയലിന്റെ മുമ്പിൽ നീരിക്കുമ്പോ അതാ കണ്ണുനീര് ഒലിപ്പിച്ച് ഓരോ രംഗങ്ങളുടെ മുമ്പിലും നീ കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് ജ്വരമായിട്ട് നിന്റെ വിലപ്പെട്ട സമയം ആ സീരിയലിന്റെ മുമ്പിൽ നീ ഹോമിച്ചു കളയുമ്പോ ആ വീട്ടിലേക്ക് അസ്രായിൽ വരുന്ന സമയം അവൻ സീരിയലിന്റെ മുമ്പിൽ നീരിക്കുമ്പോ അതാ കണ്ണുനീര് ഒലിപ്പിച്ച് ഓരോ രംഗങ്ങളുടെ മുമ്പിലും നീ കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് ജ്വരമായിട്ട് നിന്റെ വിലപ്പെട്ട സമയം ആ സീരിയലിന്റെ മുമ്പിൽ നീ ഹോമിച്ചു കളയുമ്പോ ആ വീട്ടിലേക്ക് അസ്രായിൽ വരുന്ന സമയം നിന്റെ ടെലിവിഷൻ ഓണാണെങ്കിൽ ഹറാമിയത്തിങ്ങനെ പരക്കുന്ന സമയമാണെങ്കിൽ അത് എന്തെല്ലാം ഹറാമിയത്തിന്റെ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുന്ന അരമനയുടെ അകത്തളങ്ങളാണെങ്കിൽ അസ്രായിലിന്റെ പിടുത്തത്തിനൊരു മയമുണ്ടാവോ?
അസ്രായിലിനോടൊപ്പം റഹ്മത്തിന്റെ മലക്കുകളാണോ വരുന്നത്, അതോ സബാനിയത്തിന്റെ മലക്കുകളാണോ? ശിക്ഷയുടെ മലക്കുകളാണോ റഹ്മത്തിന്റെ മലക്കുകളാണോ പൊന്നുമോളെ നീ ക്ഷണിച്ചു വരുത്തുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗൗരവത്തോടെ ചിന്തിച്ചോ. നമ്മുടെ മുൻഗാമികളായ ഉമ്മമാരും പ്രിയപ്പെട്ട മാതാപിതാക്കളും നമ്മുടെ കൂട്ടുകാരും പലരും നമ്മുടെ ഗതകാല സ്മരണകളുടെ ആഴിയിലേക്ക് കടന്നുപോയി ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ മടിയിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവരാവര്, അല്ലെങ്കിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചു എന്ന് നമ്മൾ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിക്ക് അവര് ലോകത്ത് കാഴ്ചവെച്ച ജീവിതം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് കൊണ്ട് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയത്. കാരണം മരണസമയത്ത് നമ്മൾ തകർന്നു പോയാൽ, അവിടെ നമ്മൾ ഇടറിപ്പോയാൽ, അവിടെ നമ്മൾ ഭയപ്പെട്ടു പോയാൽ, അവിടെ നമ്മൾ കരഞ്ഞു പോയാൽ, അവിടെ നമുക്ക് അല്ലാഹുവിന്റെ കാവലില്ലെങ്കിൽ ആരുടെ കാവലാ പ്രിയപ്പെട്ട പൊന്നുമോള് നമുക്ക് കിട്ടുന്നത്? ഗൗരവത്തോടെ ചിന്തിച്ചോ. ഇതൊരു വെയിറ്റിംഗ് ഷെഡാ, ഇതൊരു വെയിറ്റിംഗ് ഷെഡാ, ഇതൊരു വിദേശ നാടാണ്. സ്വദേശം ഇവിടെയല്ല, സ്വർഗരാജ്യമാണ്. ആ ലോകത്തേക്കുള്ള അനശ്വര ലോകത്തേക്കുള്ള പ്രയാണം നടത്തുന്നതിന്റെ ഇടയിൽ പ്രപഞ്ചത്തിന്റെ അധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെയിറ്റിംഗ് ഷെഡിൽ ജീവിക്കുമ്പോ മരണപ്പെടുന്ന സമയം നമുക്ക് സന്തോഷത്തോടുകൂടി മരിക്കണമെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും വാഹനം കയറാൻ നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കണേ, ആരെങ്കിലും ഏതൊരാളാകട്ടെ വാഹനം കയറാൻ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയാണെങ്കിൽ ഏതൊരു വാഹനം വന്നാലും നമ്മൾ നോക്കും. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ വാഹനമാണോ? ഇരച്ചുകൊണ്ട് പാളത്തിലൂടെ കടന്നു വരുന്ന തീവണ്ടിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ട്രെയിനാണെങ്കിലും നമ്മൾ ആലോചിക്കും നമ്മുടെ വണ്ടിയാണ്. വാഹനം കാത്തു നിൽക്കുന്നവൻ വരുന്നതൊരു പാണ്ടിലോറിയാണെങ്കിലും പാണ്ടിലോറിയാണ് വരുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സാണോ എന്ന് നമ്മളിങ്ങനെ നോക്കി. കാരണം നമ്മൾ നിൽക്കുന്നത് വാഹനം പ്രതീക്ഷിച്ച. എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആളുകൾ കണ്ണൂരുള്ള ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞ നല്ല ആവേശമുള്ള നല്ല കരുത്തരായ യുവാക്കളൊക്കെ ഉണ്ടെന്നാ ഞാൻ കേട്ടത്. അവിടെ നിൽക്കുമ്പോഴത്തൊക്കെ പറയുന്നത് ഇങ്ങനെ കണ്ണൂരുകാർ കണ്ണൂരുന്ന ഐറ്റങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉറച്ചു നിങ്ങളുടെ ആർജവം ആർക്കു വേണ്ടിയാണ്? വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം രചിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇരു ലോകത്തിലും സലാമത്ത് ഞങ്ങൾക്ക് ഏകണേ അല്ലാഹ്, സലാമത്ത് ഏകണേ അല്ലാഹ്. വിനീതനോട് പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടല്ലാഹ്. അല്ലാഹുവേ, തിരൂരെത്തിയ സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. 35 വർഷം ഒരു പള്ളിയിൽ ജോലി ചെയ്ത ഒരു പണ്ഡിതന് ഇതാ വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് നിസ്കരിക്കാൻ എത്തുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് വിവരമറിയിച്ചപ്പോ ഞാൻ കണ്ണൂരിലേക്കുള്ള പ്രഭാഷണത്തിന്റെ വഴിയില ഇൻഷാ അല്ലാഹ് മറന്നില്ലെങ്കിൽ ഞാൻ ആ സദസ്സിൽ ദ്വാരക്കാം. ആത്മാർത്ഥമായിട്ട് ഈ കൂട്ടം ആളുകളുടെ എനിക്ക് പരിചയമുള്ള എന്നേറെ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വയോവൃദ്ധനായ ഒരു പണ്ഡിതന് ഈ സമയത്ത് ഖബറിലാണ് കുടുംബക്കാരെല്ലാവരെക്കാളും ഇന്നവിടെ ഒരുമിച്ച് കൂടിയ മയ്യത്തിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ ആ ജനങ്ങളെക്കാൾ എല്ലാത്തിലും റാഹത്തായിട്ടുള്ളൊരു പ്രാർത്ഥന ഈ നിമിഷം ഖബറിലെത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ പണ്ഡിതനെ നീ കബൂലാക്കണേ അല്ലാഹ്, ആ പണ്ഡിതനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ പണ്ഡിതന്റെ കർമ്മങ്ങൾ മുഴുവനും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മലക്കുകൾ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ട് നീ ഇനാസാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളത്തിന്റെ കവാടമാ ഖബറിലേക്ക്, അതിന്റെ അന്തരാളങ്ങളിലേക്ക് നീ തുറക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. വെയിറ്റിംഗ് ഷെഡ് നിൽക്കുമ്പോ നമ്മുടെ വാഹനത്തെ പ്രതീക്ഷിച്ചു നിൽക്കലാണ് ബുദ്ധി. ഞാനല്ല പറഞ്ഞത്, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ യുവാവായ കരുത്തനായ ആർജവമുള്ള രക്തത്തിളപ്പുള്ള ചോരത്തിളപ്പുള്ള എല്ലാ വിഷയത്തിലും ഊർജ്ജമുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, മുത്തബിഉ സുന്ന എന്ന അപരനാമത്തിൽ വിശ്വത്തിൽ അറിയപ്പെട്ട മഹാന് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചുമരിൽ പിടിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചുമരിൽ പിടിച്ചു. ഗൗരവപ്പെട്ട വിഷയം പറയുമ്പോൾ നമ്മൾ ആളെ ഒന്ന് തട്ടിയിട്ട് സംസാരിക്കും. സാധാരണങ്ങളല്ലേ തോളി ഒന്ന് പിടിക്കും, ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ എന്തെങ്കിലും വിഷയം ഗൗരവമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ആളിനെ ഒന്ന് തട്ടിയിട്ട് അവരവരെ വർഗത്തിൽ പോയി തട്ടിയാൽ മതി, വർഗം മാറ്റി തട്ടിപ്പോകരുത്. അല്ല വല്ലാതെ തട്ടിപ്പാ ഇപ്പൊ നടക്കുന്നത്. ആണാണിനെ തട്ടിയാൽ മതി, പെണ്ണുപെണ്ണിനെ തട്ടിയാൽ മതി എന്നാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഗൗരവമുള്ള വിഷയം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ ഞാൻ ഇടക്കിടക്ക് സ്വലാത്ത് എല്ലാം വേണ്ടി കീ തന്നോണ്ടിരിക്കും. എത്രയും ആളുകളുണ്ട് സ്വലാത്ത് ഉറച്ചു ചെല്ലേണ്ടത്. ഞാൻ കേട്ട് സൂചിക്കാനൊന്നുമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചെല്ലേണ്ടത് പ്രത്യേകിച്ച് പുരുഷന്മാർ സ്വലാത്ത് ചെല്ലേണ്ടത് അവിടുത്തെ അദ്കാറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉറച്ചു ചെല്ലണമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്, അഖദ ബിമൻകിബൈ, അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് ചുമലിലും പിടിച്ചുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ അബ്റ സബീൽ വഅദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഓ അബ്ദുല്ലാഹ്, എങ്ങനെയാണ് ഈ ലോകത്ത് നീ ജീവിക്കേണ്ടത്? അബ്ദുല്ലാഹ് പൊന്നുമോനെ, നീ വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണമല്ലോ. നീ ലോകത്തൊരു വിദേശിയാ, ഈ ലോകം നീ ഒരു പരദേശിയെ പോലെ കാണണമല്ലോ. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടതാ, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണെന്ന് യുവാവായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചുമരിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 15 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രഖ്യാപിക്കുമ്പോ പ്രപഞ്ചത്തിന്റെ അന്ത്യശ്വാസം വരെ വരാനുള്ള മുഴുവൻ മാലോകരുടെയും ഹൃദയാന്തരങ്ങളെ നോക്കിയിട്ട് മുത്തുനബി പറയുന്നത് മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ ലോകത്തിന്റെ നിലവാരത്തെ കാണുന്നിടത്ത് നമുക്ക് പിഴച്ചുപോയി. നമ്മുടെ ഓരോ ആളുകളുടെ പ്രവർത്തനം കാണുമ്പോ, പഠനം കാണുമ്പോ, ജോലി കാണുമ്പോ, സംസാരം കേൾക്കുമ്പോ, ഓരോ തലങ്ങളുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യം വരും, ഈ ലോകത്ത് നിന്ന് ഇപ്പോഴെങ്ങും പോകാനുള്ള ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഒരിക്കലും പോകൂല എന്ന ചിന്ത വർത്താനം കേട്ടാൽ ഇൻഷാ അല്ലാഹ് 5 വർഷം കഴിഞ്ഞ് ഇന്നത് ചെയ്യണം, 10 വർഷം കഴിഞ്ഞ് ഇന്നത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഉഷാറോടുകൂടി ചിലപ്പോ ഇൻഷാ അല്ലാഹ് പറയാതെ പോലും പറയുന്ന ആളുകളുടെ മുമ്പിൽ പലപ്പോഴും ചിരിക്കാതെ നിവർത്തിയില്ലല്ലോ. ചിലപ്പോ കേട്ട ആളായിരിക്കും ആദ്യം പോകുന്നത്, ചിലപ്പോ പറഞ്ഞ ആളായിരിക്കും ആദ്യം പോകുന്നത്. എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് എന്തിനാ? ഈ ലോകത്തിന്റെ നിസാരത മനസ്സിലാക്കാനും പരലോകത്തിന്റെ വിശാലത മനസ്സിലാക്കാനും ഈ വെയിറ്റിംഗ് ഷെഡാകുന്ന അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ പഠിപ്പിച്ച ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഗൗരവത്തോടെ ചിന്തിച്ച് ജീവിച്ചാൽ അല്ലാഹുവിന്റെ പരലോകത്തിന് സന്തോഷിക്കാം, സന്തോഷത്തിന്റെ പരവതാനിയിലൂടെ പാറിപ്പറക്കാം. പരിശുദ്ധരായ സത്യവിശ്വാസികൾ കടന്നുപോയിട്ടുള്ള സ്വർഗത്തിൽ അവരുടെ കരങ്ങൾ കവർന്നുകൊണ്ട് കടന്നു പോകാം. നാഥനായ അല്ലാഹ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതൊരു പ്രഹസനമായി തള്ളല്ലേ അല്ലാഹ്, ഒരു പ്രഹസനമായി തള്ളല്ലേ അല്ലാഹ്. പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന ആത്മീയ സദസ്സിലെ ആന്തോളനങ്ങളെ അടിക്കുന്ന ധാരാളം ആത്മീയ സാന്നിധ്യമുള്ള നിന്റെ കബൂലിയത്തുള്ള സദസ്സാക്കി ഓശാരമായി നീ കബൂലാക്കണേ അല്ലാഹ്. ആലോചിച്ചോ, ഇവിടുത്തെ നിലവാരത്തെ കുറിച്ച് ആലോചിച്ചു. അതാണ് വിഷയം. ഇവിടുത്തെ നിലവാരത്തെ കുറിച്ച് ആലോചിച്ചു. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ? ഏതൊരു വിഷയത്തിലും നമ്മുടെ മുമ്പിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടാവും. ഈ വിശദീകരിക്കാനുള്ള സമയം അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. മറ്റൊരു സമയത്ത് ഞാൻ അടുത്ത് ഇവിടെ 1-2 പരിപാടികളുണ്ട്. നമ്മുടെ മുതുകൂറ്റയിൽ പരിപാടിയുണ്ട്. ഷമീറ 1-ാം തീയതി അല്ലേ? മുതുകൂറ്റി വലിയ ദൂരമുണ്ട്, ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. എല്ലാരും വരണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ദീർഘമായി ചർച്ച ചെയ്യാം. സന്ദർഭിത ബന്ധിതമായി കൊണ്ട് നമുക്ക് സംസാരിക്കാം. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മറ്റൊരു സ്ഥലത്തെ നോട്ടീസ് കൊണ്ട് തന്നു. ഏതാണ്? അപ്പൊ
അങ്ങനെ പല കുന്നുണ്ട്. എല്ലാ കുന്നിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഏതൊരു വിഷയം നമ്മൾ ഒരാൾ പറഞ്ഞു മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ രാജബാധ തെളിയിച്ചുകൊണ്ട് ആ പറയുന്ന ആളിന്റെ പിന്നിലേക്ക് നമ്മൾ പോകുമെങ്കിൽ പറഞ്ഞു തരാൻ ആരുമില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ ആരുമില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനൊക്കെ പലരും പറയാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പൊങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുവോ? മരണമെന്ന് പറയുന്ന വിഷയം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, മരണം സത്യത്തിൽ ഏതൊരു പാപം ചെയ്യാൻ പോകുമ്പോൾ മരിക്കുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ വരും. എന്ത് പാപം ചെയ്യാൻ പോകുമ്പോഴും ഞാൻ മരിച്ചു പോകണമല്ലോ എന്നുള്ള ചിന്ത ഒരു ഉപദേശകനെ പോലെ അവന്റെ കൂട്ടാളിയായി കൂടെ കൂടിയാൽ ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. അവൻ എന്ത് പ്രവർത്തനം നടത്തിയാലും മരണം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവൻ ചെയ്യുന്നത്. അല്ലാഹുവേ, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹൃദയാന്തരാളത്തിലുള്ള കാതുകൾ തുറന്നു കേൾക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബാഹ്യമായ ശ്രവണേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു. ഒരു കാതിലൂടെ കേട്ടു, മറുകാതിലൂടെ ഒഴുകിപ്പോയ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ഓർമ്മയുടെ തലങ്ങളിൽ നിന്നും തട്ടിക്കൊടഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേട്ടത് കൊണ്ട് കേവലം കേട്ടതിന്റെ പ്രതിഫലമല്ലാതെ അത് കേൾക്കൽ പ്രതിഫലം തന്നെ. ആ സദസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയാലും പ്രതിഫലമുണ്ട്. ഔകമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിജ്ഞാനത്തിന്റെ മജ്ലിസ്, സ്വർഗ്ഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണെന്ന് പ്രവാചക പരിശ്രേഷ്ഠർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാനതല്ല പറയുന്നത്, നമ്മൾ കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിഫലനത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ടായാൽ നമ്മൾ വിജയിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മുടെ ഹൃദയാന്തരാള അല്ലാഹു കാത് വെച്ചിട്ടുണ്ട്. ആ കാത് എന്ന് തുറക്കുന്നു, ആ കേട്ടതൊന്നും ഒഴുകിപ്പോകൂല. അവസരോചിതമായിട്ട് അവന്റെ ബോധ മനസ്സിലേക്കും അതാ അവന്റെ ഹൃദയാന്തരാളത്തിലേക്കും ഓടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടുവന്നത്? ഒരു ഉപദേശകനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ റസൂൽ പറയാ, മൻ അറാദ വാഇളാ, ചെറിയ 10 കിതാബെന്ന് 14 കിതാബില് എത്രയെങ്കിലും ആവട്ടെ, ആ നിലയ്ക്ക് ചെറിയ കിതാബ്, ആ കിതാബിൽ പോലും പറയുന്ന ഉദ്ധരണിയാ, മൻ അറാദ വാഇളാ, ആരെങ്കിലും ഒരു ഉപദേശകനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ നല്ലതുപോലെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എനിക്കൊന്ന് ഉപദേശം നൽകാൻ ആരെങ്കിലും വേണമല്ലോ. ഇതെന്റെ വാക്കാണെങ്കിലും നിങ്ങൾക്ക് പുറംകാല് കൊണ്ട് അറബിക്കടലേക്ക് ചവിട്ടിയെറിയാം. അല്ല, ഈ പ്രപഞ്ചത്തെ പണിതൊരുക്കാൻ കാരണക്കാരനായാലോ മുഴുവൻ ചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടക്കാൻ കാരണക്കാരനായ ആക്കായേ നാംദാർ നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ അറാദ വാഇളാ, നല്ലതുപോലെ ഹൃദയത്തിലുള്ള കാത് തുറന്നൊന്ന് കേട്ടോ. എനിക്കൊരു ഉപദേശകം വേണമല്ലോ, എന്നെ ഒന്ന് ഉപദേശിക്കാൻ ഒരാൾ വേണമല്ലോ. ഒരു ഉപദേശകന് ആരെങ്കിലും കൊതിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫൽ മൗതു ഫീഹി, അവൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊള്ളട്ടെ. ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത അവന്റെ ഹൃദയത്തിൽ വരട്ടെ, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ വരട്ടെ. അപ്പോൾ ഉപദേശകനെക്കാളും ബലം ചെയ്യുന്ന വല്ലാത്ത ചിന്തയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഉദ്ധരണിയാ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വാഹനം വരാറായി, എപ്പോഴാ പോണ്ടത്, എപ്പോഴാ പോകാനുള്ളതെന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല.
ഏതൊക്കെ വലിയ വിളവനാണെങ്കിലും, എത്ര വലിയ ജാടയുള്ളവനാണെങ്കിലും, ഏതൊക്കെ പൊളിറ്റിക്കൽ പവറുള്ളവനാണെങ്കിലും, അധികാരമുള്ളവനാണെങ്കിലും ഒക്കെ ഇതാണ് അവസ്ഥ. ജനിച്ചടയിച്ച് പറയാം, പക്ഷെ മരിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം സന്തോഷകരമായാൽ മാത്രമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ബാക്കി എന്താ പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ പച്ചപ്പാതിരാ സമയത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു കരങ്ങളും ഉയർത്തി, ആരോരും കാണാനല്ല, പ്രഹസനത്തിനല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തുപോയ, കഴിഞ്ഞുപോയ, കൊഴിഞ്ഞുപോയ പാപങ്ങളെ സംബന്ധിച്ച് ആവലാതിയോടെ അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്താപ മനസ്സോടെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ, അത് അല്ലാഹു കബൂലാക്കുന്നതാ. അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങൂ. ആരും നിങ്ങളല്ല, പാപത്തെ തൊട്ട് കാക്കപ്പെട്ടവരല്ല, അല്ലാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹം കിട്ടിയ മഹാന്മാരല്ലാതെ നമ്മെ പോലെയുള്ള പാപികൾ ഒരുപാട് പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ചിന്തിച്ചോ. അതുകൊണ്ട് ഈ സദസ്സൊരു ദൃഢനിശ്ചയത്തിന്റെ സദസ്സാക്കിക്കോ, ഒരു തീരുമാനത്തിന്റെ സദസ്സാക്കിക്കോ. ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ പറ്റുമോ പൊന്നുമോന്? വേദനയോടെ, ബേജാറോടെ, നഷ്ടത്തിന്റെ കണക്കുകൾ മുന്നിൽ കാണുന്ന വല്ലാത്ത ബേജാറുള്ളൊരു വിളിക്കേണ്ട ഒരു സാഹചര്യത്തെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് പ്രവർത്തകരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട വല്ലാത്ത അവസ്ഥയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നമ്മൾ ഏതൊക്കെയോ ജുമുഅ ദിവസത്തിൽ എവിടെയൊക്കെ ഇരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, മറന്നു പോകണ്ട. പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ ഇന്നുവരെയും ചിന്തിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഇൽമു പറയുന്ന ആ സംരംഭത്തെ സഹായിക്കണമെന്ന് പറയുമ്പോ, മഹാന്മാരെ സ്മരിക്കുന്ന റാത്തീബിനെ സഹകരിക്കണം. ആ റാത്തീബുമായി ബന്ധപ്പെട്ടുള്ള സഹകരണ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് 100 കൂട്ടം പണികളാ, 100 കൂട്ടം പ്രശ്നങ്ങളാ, പലതുമാണ്. അറിയണേ, അല്ലാഹു പറയുന്നു, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഓരോ ആളുകളുടെ അടുക്കലേക്കും മരണം കടന്നു വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം തന്ന സമ്പത്ത്, അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റാ, നിങ്ങൾക്ക് നാം തന്ന സമ്പത്ത് വെറും കൈയോടെ വന്നവരല്ലേ, വെറും കൈയോടെ പോകുന്നവരല്ലേ. അതുകൊണ്ട് അല്ലാഹു വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾക്ക് നാം തന്ന സമ്പത്തുണ്ടല്ലോ, അതിന് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളണം. പക്ഷേ ആ ആയത്തിന്റെ സകലങ്ങളുടെ ആഴിയിലേക്ക് കടന്നു പോകാൻ അല്പം പോലും ഈമാനില്ലാത്ത ആളുകളുണ്ടല്ലോ, അവരുടെ റൂഹിനെ പിടിക്കുന്ന സമയം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആ സമയമാണ് അവൻ അല്ലാഹുവിനെ വിളിക്കുന്നത്, റബ്ബിനെ വിളിക്കുന്നത്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അവൻ പറയും, ഇയാള് കൊടുക്കാതെ ദുനിയാവേ ശരണമെന്ന് ചിന്തിക്കുന്ന ആള് പറയും, എന്ത് പറയും? ആത്മീയ അവബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അപ്പം പറയും, റബ്ബി റബ്ബി, എന്റെ റബ്ബ്. ആരാണ് വിളിക്കാത്തത്? മരണസമയത്ത് വിളിക്കാത്തത് ആരാ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഫിർഔൻ പറഞ്ഞില്ലടോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് വാദിച്ചു നടന്ന മൂസാ നബിയെ വെല്ലുവിളിച്ചു നടന്ന ഫിർഔനെ അല്ലാഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നു പോകണ്ട. നടുക്കടല് മുക്കിക്കൊന്നപ്പോ അവനും അസ്രായീലിനെ കണ്ടപ്പോ, നരകത്തിന്റെ വല്ലാത്ത പ്രയാസ പ്രതിസന്ധികൾ കണ്ടപ്പോ, ഭീകരമായ ബീഭത്സമായ രംഗങ്ങൾ കണ്ടപ്പോ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ആമന്നാ ബിറബ്ബി മൂസാ വ ഹാറൂൻ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ. എനിക്ക് തെറ്റിപ്പോയതാ, മൂസാന്റെ റബ്ബ്, ഒറിജിനൽ റബ്ബ്, ഞാൻ അവന്റെ ഒരു പടപ്പാ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു.
വിളിച്ചിട്ട് കാര്യമില്ല. തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ എല്ലാവരും വിളിക്കും, ഏത് അക്രമിയും വിളിക്കും, ഏത് ആഭാസകനും വിളിക്കും. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തംവാദിയും വിളിക്കും, എല്ലാവരും വിളിക്കും. മറന്നു പോകണ്ട, ആ സമയത്ത് വിളിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. ഈ വെയിറ്റിംഗ് ഷെഡാകുന്ന ഈ വിദേശ നാടാകുന്ന സ്വരാജ്യത്തിലേക്ക് കടന്നു പോകാൻ സ്വർഗം കൊതിച്ചു നോക്കുന്ന ഈ ഭൂമിയുടെ പുറംതൊലിയിൽ നിന്നുകൊണ്ട് വിളിക്കുന്നത് പോലെ വിളിക്കണം കേട്ടോ. പറഞ്ഞത് നരകത്തിൽ നിന്ന് അവൻ കഴിച്ചിലായാൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയവനല്ല വിജയിച്ചിട്ടുള്ളത്. മറന്നു പോകണ്ട എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ. അല്ലാഹുവിന്റെ ഖുർആൻ ഫൗസൻ അദീമ എന്ന് ഓർമ്മപ്പെടുത്തിയതാരാ? നരകമോചനം കിട്ടിയിട്ടുണ്ടോ? സ്വർഗപ്രവേശം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അനശ്വര സന്തോഷത്തിന്റെ അവകാശിയാണോ? അവനാണ് വിജയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. തീരുമാനിച്ചോ, നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ സംബന്ധിച്ച് പറയുമ്പോ വല്ല അവലാതിയുണ്ടോ? എത്ര മരണം കണ്ടാലും നരകത്തിന്റെ വല്ലാത്ത പ്രയാസ പ്രതിസന്ധികൾ കണ്ടപ്പോ, ഭീകരമായ ബീഭത്സമായ രംഗങ്ങൾ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ. എനിക്ക് തെറ്റിപ്പോയതാ, മൂസാന്റെ റബ്ബ ഒറിജിനൽ റബ്ബ്, ഞാൻ അവന്റെ ഒരു പടപ്പാ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വിളിച്ചിട്ട് കാര്യമില്ല. തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ എല്ലാവരും വിളിക്കും, ഏത് അക്രമിയും വിളിക്കും, ഏത് ആഭാസകനും വിളിക്കും. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തംവാദിയും വിളിക്കും, എല്ലാവരും വിളിക്കും. മറന്നു പോകണ്ട, ആ സമയത്ത് വിളിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. ഈ വെയിറ്റിംഗ് ഷെഡാകുന്ന ഈ വിദേശ നാടാകുന്ന സ്വരാജ്യത്തിലേക്ക് കടന്നു പോകാൻ സ്വർഗം കൊതിച്ചു നോക്കുന്ന ഈ ഭൂമിയുടെ പുറംതൊലിയിൽ നിന്നുകൊണ്ട് വിളിക്കുന്നത് പോലെ വിളിക്കണം കേട്ടോ. നരകത്തിൽ നിന്ന് അവൻ കഴിച്ചിലായാൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയവനല്ല വിജയിച്ചിട്ടുള്ളത്. മറന്നു പോകണ്ട എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ. അല്ലാഹുവിന്റെ ഖുർആൻ ഫൗസൻ അദീമ എന്ന് ഓർമ്മപ്പെടുത്തിയതാരാ? നരകമോചനം കിട്ടിയിട്ടുണ്ടോ? സ്വർഗപ്രവേശം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അനശ്വര സന്തോഷത്തിന്റെ അവകാശിയാണോ? അവനാണ് വിജയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. തീരുമാനിച്ചോ, നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ സംബന്ധിച്ച് പറയുമ്പോ വല്ല അവലാതിയുണ്ടോ? എത്ര മരണം കണ്ടാലും. ഞാൻ ഓർത്തു പോവുകയാണ് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർഖദാ. കക്കടിപ്പുറം കേട്ടിട്ടുണ്ടോ? മഹാനവറുകൾ ഒരിക്കൽ പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ജുമുഅ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി പോവാ. കക്കിടിപ്പുറം വലിയ ശിഷ്യന്മാരും കൂടെ. വയൽ വരമ്പത്തിലാ പോക്ക്, നല്ല തണുപ്പുണ്ട്, ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. നോക്കുമ്പോ ഒരു തവളയുടെ കരച്ചിൽ. മഹാനവറുകൾ അങ്ങനെ അടുത്തു പോയിരുന്നു. നോക്കുമ്പോ ഒരു തവളയെ, ഒരു നീർക്കോലി, ഒരു പാമ്പിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. മരണവേദന കൊണ്ട് വെപ്രാളപ്പെട്ട് കരയുന്ന തവളയാണ്. വലിയായ ആരിഫായ ആശിഖായ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയാൻ ഭാഗ്യം കിട്ടിയ, അല്ലാഹുവിലേക്ക് ലയിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ മനുഷ്യനുണ്ടല്ലോ. ആ മഹാനവറുകൾ അടുത്തുപോയി മെല്ലെ അങ്ങിരിക്കുകയാണ്. അവിടെ പോയി ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ചോദിക്കുക, ശിഷ്യന്മാരോട് ചോദിക്കുക, ആ കാണുന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു പാമ്പ്, ഒരു നീർക്കോലി, ഒരു തവള ഇങ്ങനെ കടിക്കുന്ന, അതിങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് കരയുന്നു. മഹാനവറുകൾ ചോദിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഓരോ അംശവും ഈ ലോകത്തിന്റെ ഓരോ വിഷയങ്ങളും
പരലോകത്തേക്കുള്ള പ്രയാണത്തിൽ വസ്തുവകകളായിട്ട് തന്റെ ശേഖരണ റൂമിലേക്ക് എടുക്കുകയാണ്, ശേഖരിക്കുകയാണ്. ഓരോ വിഷയങ്ങളെയും കണക്ട് ചെയ്യുന്നത്. മഹാന്മാരുടെ ഉൾക്കാഴ്ചയുള്ള കണ്ണൊന്ന് കണ്ടോ, അവരുടെ ചിന്തയൊന്നറിഞ്ഞോ. ഡയഫ്രോക്കെ നമുക്ക് വൈൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 1-2 ഞാൻ ഏർപ്പാട് ഇംഗ്ലീഷും കൊണ്ട് അവിടെ ഇരിക്കുകയും നേരത്തെ ഒന്ന് മുട്ടി. എവിടെ വെച്ചാൽ നമ്മൾ മുട്ടിയത്? പിണറായിലോ? ആ സ്ഥലം. ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് എന്റെ ചെവിക്ക് പിടിച്ചോണ്ടിരുന്നാലേ ഞാൻ അങ്ങ് ഇറങ്ങി വന്ന് ചെവിക്ക് പിടിക്കും. ഒന്നുമില്ല, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഞാൻ പറഞ്ഞത്? മഹാനവറുകൾ നോക്കുമ്പോ മഹാനവറുകൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ആ തവളയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആ തവള നല്ല വിശപ്പുള്ള തവളയാണെങ്കിൽ പാമ്പിന്റെ വായിൽ കിടന്ന് മരണവെപ്രാളപ്പെടുന്ന തവളയെ ചൂണ്ടിക്കൊണ്ട് മഹാനായ കത്തുടിപ്പുറം വലിയുള്ളാഹി അവറുകൾ പറയുകയാ, ആ പാമ്പിന്റെ വായിലുള്ള തവള നല്ല കൊടും വിശപ്പുള്ള തവളയാണെങ്കിൽ എന്റെ പൊന്നുമക്കളെ, ആ തവളക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വാദിഷ്ടമായ വസ്തുക്കള്, സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങള് ആ തവളയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തവള അതിലേക്ക് ആകർഷിക്കുമോ മക്കളെ? അതിലേക്ക് വിശപ്പടക്കാൻ കൈനീട്ടുമോ മക്കളെ? അതിലേക്ക് ആഗ്രഹിക്കുമോ? അത്യാഗ്രഹമുണ്ടാകുമോ? ഉടൻ തന്നെ ശിഷ്യന്മാര് പറയുന്നു, ഇല്ല ഇല്ല. കാരണം എന്താണ്? മരണത്തിന്റെ പിടിയിലാണ്, മരണത്തിന്റെ പിടിയിലാണ്. പാമ്പിന്റെ വായിലായിരിക്കുന്ന തവള എങ്ങനെയാ? എത്ര വലിയ സ്വാദുള്ള ഭക്ഷണം മുമ്പിൽ വന്നാലും അതിലേക്ക് ആകർഷിക്കുമോ? ഇല്ല ഇല്ല. രണ്ടാമതൊരു ചോദ്യം മഹാനവറുകളെ ശിഷ്യന്മാരുടെ മനസ്സിലേക്കാണ് ചോദ്യം, മഹാന്മാരുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഏതാണെന്നറിയുവോ? ഒന്നോർത്തോ, മറക്കാതെ ഹൃദയാന്തരാളത്തിലൊന്ന് കുറിച്ചിട്ടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോ, ഏതെങ്കിലും ഒരു കോളേജ് കുമാരിയെ കാണുമ്പോ, ഒരു കോളേജ് ഗേളിനെ കാണുമ്പോ, പടിപ്പുറയിൽ നിന്ന് പടിയിറങ്ങി വരുന്ന ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ നിന്ന് പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്നു വരുന്ന യൂണിഫോം ഇട്ട പെൺകുട്ടികളുടെ തൊലിവെളുപ്പ് കാണുമ്പോ നിനക്ക് വല്ലാത്ത ജ്വരം കയറുന്നെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ, അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ, അവളുടെ വീട്ടിലെ മൊബൈൽ നമ്പരോ അവൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ ആ നമ്പരോ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നെങ്കിൽ, അവൾ എന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്ഷിപ്പില് അവളെയും ഫ്രണ്ടായിട്ട് കൂട്ടിയിട്ട് എന്റെ രാത്രികളെ പകലാക്കി മാറ്റിക്കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ച് സുഖിക്കാമല്ലോ, അവളുമായിട്ട് നല്ല ഒരു ബന്ധം നടത്താമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, കക്കുടിപ്പുറം വലിയുള്ള ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, ഒരു സുന്ദരിയായ ഇതൊരു ആന്തവളയാണെങ്കിൽ, ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ടതൊരു ആന്തവളയാണെങ്കിൽ, ഒരാൺ വർഗത്തിൽപ്പെട്ട തവളയാണെങ്കിൽ, സുന്ദരിയായൊരു പെൺതവള ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ അതിനെ കാമിക്കാൻ ഈ ആന്തവളക്ക് തയ്യാറെടുപ്പുണ്ടാകുവോ? ആ തവളക്ക് കാമം വരുവോ? സുന്ദരിയായൊരു പെൺതവള ഈ ആന്തവളയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ ആ പെൺതവളയിലേക്ക് ഈ ആന്തവളക്ക് വികാരം ഉണ്ടാവോ? ആ തവളയിലേക്ക് ആകർഷിക്കുമോ? ശിഷ്യന്മാര് കൂട്ടത്തോടെ പറയുന്നു, ഇല്ല ഉസ്താദേ, ഇല്ല. കാരണം എന്താണ്? പാമ്പിന്റെ വായിലാ തവള, വേദന കൊണ്ട് പുളയുകയാ തവള. ഉടൻ തന്നെ കക്കടിപ്പുറം വലിയുള്ള പറയുന്ന മക്കള്, നമ്മളും വായിലാണ്, വായിലാണ്, വായിലാണ്. ആരുടെ വായിലാണെന്നറിയുവോ? അസ്രായിലിന്റെ വായിലാണ് നമ്മള്. ആ വായൊന്ന് അടുപ്പിക്കാനുള്ള താമസമേ ഉള്ളൂ. നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നവരല്ല, നമ്മൾ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നവരല്ല, നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നവരാ. ആയുസ് കൂടുകയല്ല. ചെറുപ്പക്കാരാ, നിന്റെ ശരീരത്തിന് വണ്ണം വെക്കുന്നുണ്ട്, നിന്റെ പൊന്നോമങ്ങളുടെ ശരീരം വളരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മീസയും ദീശയും ഒക്കെ താടിയുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ വളരുകയല്ല, വളരുകയല്ല. അവർ മരണത്തിലേക്ക് അടുക്കുകയാ. യഥാർത്ഥത്തിൽ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ല
വല്ലാത്തൊരു വാചകം അങ്ങ് പറയുമ്പോ, വല്ലാത്തൊരു വാചകം ശിഷ്യന്മാരോട് പറയുമ്പോ ആ ശിഷ്യന്മാര് അത്ഭുതത്തോടെ ആ ആത്മീയ ലോകത്തെ കുറിച്ച് ഓർത്തെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ ആർക്കാണ് നേരം, ആർക്കാണ് നേരം, ആർക്കാണ് നേരം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണ്ടതുപോലെ അല്ലാഹ് ഞങ്ങൾക്ക് ഹൃദയാന്തരാളത്തിൽ ചലനം നൽകണേ അല്ലാഹ്. മരണത്തെ കാത്തിരിക്കുന്ന മുത്തഖീകളാക്കണേ അല്ലാഹ്. ആരും ആമീൻ പറഞ്ഞാൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എന്നാൽ അത്ര വേണ്ടായിരുന്നു, മരണത്തെ കാത്തിരിക്കാന്ന് വെച്ച് കടുപ്പായി. എന്നാലും ഞങ്ങൾ തന്ന വൈക്കൊണ്ട് ഞങ്ങളെ വരട്ടുകയാണോ ആലോചിച്ച് നോക്കിയ ഗൗരവല്ലേ? മരണത്തെ കാത്തിരിക്കാന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും അല്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അവരൊക്കെ മരിച്ചതുപോലെ മരിക്കാൻ ഒരു ആഗ്രഹം വേണ്ടേ? നമ്മുടെ മുൻഗാമികളായ പലരും അസ്റായിലിന് വിരുന്നൊരുക്കിയവരാണ്. അവര് മർഹബൻ പറഞ്ഞു അബ്ദുൽ അർവാഹിനെ ക്ഷണിച്ചു വരുത്തിയവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാകുന്ന ഭാര്യയോട് പറയുന്നു, പ്രിയതമയോട് പറയുന്നു, എന്റെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട് കേട്ടോ, കൂട്ടുകാരൻ വരാനുണ്ട്. നീ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ഞാനൊരു ലഫ്ള് പറഞ്ഞപ്പോ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ മരണത്തെ കാത്തിരുന്ന് പുൽകാനും സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാനും തൗഫീഖ് നൽകണമേ എന്നൊരു പ്രാർത്ഥന നടത്തിയപ്പോ പരിതപിച്ചു പോയ ഏതെങ്കിലും വിശ്വാസിനി ഉണ്ടെങ്കിൽ ഹൃദയം തുറന്നൊന്നും കേൾക്കണേ. അല്ലാഹുവിന്റെ ശിക്ഷകളെ ഭയന്ന് ജീവിച്ചവരാ. അവർക്കും ഈ ആകാശമാണ് അല്ലാഹു വിരിപ്പായി വിരിച്ച് മേലാപ്പ് പോലെ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ മുകളിലുള്ള ആ ആകാശമായിരുന്നു അവർക്കുമുള്ളത്, മറന്നു പോകണ്ട. ഈ ഭൂമിയിലാണ് അവരും ജീവിച്ചത്. അവർക്കും ഈ സൂര്യൻ തന്നെയാ 8 മിനിറ്റ് കൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന പ്രകാശം. സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുക്കുമെങ്കിൽ അതേ സമയത്ത് തന്നെയാണ് മഹാന്മാർക്കും പ്രകാശം കൊടുത്തത് ആ സൂര്യൻ തന്നെയാണ്. ഈ നമുക്ക് ആ ജ്വലനത്തോട് നമുക്ക് ഒരുപാട് പ്രഭാവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രോദയമുണ്ടല്ലോ. ആ ചന്ദ്രൻ അവർക്ക് കൊടുത്തിരിക്കുന്ന നിലാവ് ഏതൊരു രൂപത്തിലാണോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രൂപത്തിൽ തന്നെ അവരിലേക്കും നിലാവ് പിടിച്ചിട്ട് ചന്ദ്രൻ പുഞ്ചിരി തൂകി മുകളിൽ നിൽക്കുന്നത്. ഈ ലോകത്ത് തന്നെയാ അവർ ജീവിച്ചത്. അവർ ജീവിച്ചത് അഭൂമിക ലോകത്തല്ല, മറന്നു പോകണ്ട. പക്ഷേ ഈ ലോകത്തെ അവർ കണ്ടത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് 15 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഹൃദയാന്തരാളത്തിലേക്ക് ഏറ്റെടുത്തവരാ. ഏതാണ് ആ വാചകം? ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തി. കുൻ ഫി ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅഖ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലാഹുവിന്റെ ഹബീബാണ് പഠിപ്പിച്ചത്. വേണ്ടതുപോലെ ചിന്തിച്ച് ജീവിച്ച മഹാന്മാരുണ്ടല്ലോ, ആലോചിച്ച മഹാന്മാരുണ്ടല്ലോ, വേണ്ടതുപോലെ ചിന്തിച്ച മഹാന്മാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അസ്റായിലിന് വിരുന്നരിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടിയത്. ഞാൻ കൊടുക്കുന്ന ചെറുതൊന്നും നിങ്ങൾ നോക്കരുത്, നിങ്ങൾ നല്ല ഒരു ഹദിയ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. സദസ്സുമായിട്ട് സഹകരിച്ചതിന്റെ പേരിൽ സർവേശ്വരനായ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ഫോണിലൂടെ ഒക്കെ വിളിച്ചു പറയാം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷേ വിശദീകരിക്കുന്നില്ല. നല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളതിൽ വലുത് അപ്പൊ അതല്ലേ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൽ വലുത് ഉദ്ദേശം ഏതാണോ, വലിയ ഉദ്ദേശം തന്നെ മനസ്സിൽ നിയത്തിയത് ഇൻഷാ അല്ലാഹ് എവരെ സഹായിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിട്ട ചെറുതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആ കാര്യമായിട്ട് സംസാരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞേ, ഭാര്യയോട് പറയുന്ന ഒരു കൂട്ടുകാരിപ്പോ വരാണ്ട്, എന്റെ വണ്ടി വരാറായി, കൂട്ടുകാരൻ വരാനുണ്ട്.
കൂട്ടുകാരൻ വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് മാലിന്യമുക്തമാക്കി എന്റെ റൂമൊന്ന് ക്ലിയറാക്കി അത്തറക്ക പൂച്ചു നല്ല സുഗന്ധമൂറുന്ന റൂമാക്കി കിടക്കയാക്കി ബെഡാക്കി മാറ്റി അകത്ത് പോയി നിൽക്കണം. ആ ഭാര്യ കൂട്ടുകാരനെ പരിഗണിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടതാ പരിസരം വൃത്തിയാക്കുകയാണ്. പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറന്നു പോകണ്ട. മനസാന്തരത്തിലൊന്ന് കുറിച്ചിടണേ. മറന്നു പോകണ്ട. അതാ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് ആ കടക്ക വൃത്തിയാക്കി, റൂം വൃത്തിയാക്കി, പ്രൈവറ്റ് റൂം വൃത്തിയാക്കി, നല്ല സുഗന്ധമൂറുന്ന അത്തറക്ക പൂസയിട്ട് തന്റെ ഭാര്യയോട് പറയുന്നു, പൊന്നുമോളെ നീ അകത്ത് പോയി നിന്നോ, എന്റെ കൂട്ടുകാരൻ വരാ സമയായി. ഭാര്യ അകത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞ ഒരു അനക്കവും കാണുന്നില്ല. കൂട്ടുകാരൻ വന്നോ പോയോ ഒരു വൃത്തമില്ല. മെല്ലെ കതവ് തുറന്ന് നോക്കുമ്പോ മഹാനവറുകൾ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വിചാരിച്ച് കുറച്ചു കൂട്ടുകാരനെ അന്വേഷിച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങി കിടക്കുകയായിരിക്കും. പാവം കൂട്ടുകാരൻ വന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനക്കം കേൾക്കുമല്ലോ. തന്റെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് പ്രിയപ്പെട്ട പ്രിയതമനെ തട്ടി ഉണർത്തുമ്പോ ആ പ്രിയപ്പെട്ട പ്രിയതമനെ തട്ടി വിളിച്ചുകൊണ്ട് കൂട്ടുകാരൻ വന്നോ എന്ന് ചോദിക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂട്ടുകാരൻ വന്നല്ലോ, കൂട്ടുകാരനുമായി പോയല്ലോ, കൂട്ടുകാരനുമായി പോയല്ലോ. ആരാണ് കൂട്ടുകാരൻ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് കൂട്ടുകാരൻ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിരുന്നൊരുക്കിയ മഹാന്മാര് ജീവിച്ചത് ഈ ലോകത്താ. മറന്നു പോകണ്ട. എന്താണ് ചെറുപ്പക്കാരാ നമുക്ക് മുന്നിൽ വെക്കാനുള്ളത്? അസ്റായീലിനെ സന്തോഷിപ്പിക്കാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? റൂഹ് പിടിക്കുമ്പോ ഒന്ന് എത്തിപ്പിടിക്കാൻ എന്താ ഉള്ളത്? റഹ്മത്തിന്റെ മലക്കുകൾ അസ്റായീൽ കൂടെ കൊണ്ടുവരാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഒന്ന് ഗൗരവത്തോട് ആലോചിച്ചോ. ഇത് കേവലം പ്രഭാഷണത്തിന്റെ ഇന്നത്തെ ദിവസത്തിലെ പ്രഭാഷണം, കൊല്ലത്ത് നിന്ന് വഹാബിനായി വന്ന് നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്ന രൂപമാകരുത്. എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരാളത്തിൽ ഒരു ചോദ്യചിഹ്നം പോലെ, ഇത് മുഴക്കം പോലെ, ഒരു ചാട്ടുളി പോലെ കടന്നു വരട്ടെ. എന്താണുള്ളത്? അനശ്വര ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത്? അറിയുമോ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലോകത്തിൽ ഒരുപാട് ആചാര്യന്മാരും ഒരുപാട് അപ്പോസ്തലന്മാരും ആത്മീയ നേതൃത്വം ഒക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ വല്ലാത്തൊരു വാചകമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാവും. അല്ലാഹു മാറ്റം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ നിലവാരം, ആ നിലവാരം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ അധ്വാനിക്കുക. വല്ലാത്തൊരു വാക്കാണ്. ഈ ലോകത്തിൽ നിങ്ങൾ എത്ര കാലം ഉണ്ടാവും? ആ കാലത്തിന്റെ കാലയളവനുസരിച്ച് നിങ്ങൾ ഈ ലോകത്ത് അധ്വാനിക്കുക. അധ്വാനം, രണ്ട് ലോകത്തേക്കുമുള്ള അധ്വാനം നടത്തേണ്ടത് ഈ ലോകത്ത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് ലോകത്തേക്കുമുള്ള അധ്വാനം, ഒന്ന് ഈ ലോകം, ഒന്ന് പരലോകം. ആ രണ്ട് ലോകത്തേക്കുമുള്ള അധ്വാനം നടത്തേണ്ട ലോകം ഇത് തന്നെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തുനബി പറയുകയാണ്, അവിടുത്തെ വല്ലാത്ത മണിമുത്ത് രത്നങ്ങളാണ് ആമിനാന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഈ ലോകത്തിലുള്ള നിങ്ങളുടെ കാലയളവനുസരിച്ച് ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. പരലോകത്തിലുള്ള നിങ്ങളുടെ കാലയളവനുസരിച്ച് ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. അനശ്വര ലോകത്തേക്കുള്ള അധ്വാനത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് അപഗ്രഥിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് പറയാനുള്ളത്, മുന്നിൽ വെക്കാനുള്ളത്? എന്താണ്
എപ്പോഴും കൈവിട്ടു പോകുന്ന അസ്രായീലിനെ കാണാൻ എത്ര ദിവസമുണ്ടെന്ന് കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലോകത്തേക്കുള്ള അധ്വാനം എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ആഴ്ചയിൽ കുർബാന നടത്തുന്ന ആളുകൾ, വെള്ളിയാഴ്ച കുർബാന നടത്തുന്ന ആളുകൾ, ഒരു ടീമുകൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള കുർബാന ഒന്നും ഇസ്ലാമിൽപ്പെട്ടതല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആഴ്ചയിൽ കുർബാന നടത്തുന്നവരുണ്ട്, മാസത്തിൽ പള്ളിയിൽ പോകുന്നവരുണ്ട്. പല കോലത്തിലാ പള്ളിയിൽ പോകുന്ന ആളുകൾ. കൊച്ചു പെരുന്നാളിൽ മാത്രം ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. കൊച്ചു പെരുന്നാളിൽ മാത്രം പോകുന്നവരുണ്ട്, വലിയ പെരുന്നാളിലും കൊച്ചു പെരുന്നാളിൽ ഒരുമിച്ച് പോകുന്നവരുണ്ട്, വലിയ പെരുന്നാളിൽ മാത്രം പോകുന്നവരുണ്ട്, വർഷത്തിൽ ഒരിക്കലും പോകുന്നവരുണ്ട്, ഒരിക്കലും പോകാത്തവരുണ്ട്. എവിടെങ്കിലും അവിടുത്തെ കാര്യമല്ല ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്. നീ എത്ര തവണ കയറിയാലും കയറിയില്ലെങ്കിലും ഒരു തവണ നീ പോകണം. ആ പള്ളിയുടെ മുൻസഫില് നീ നീണ്ടു നോന്നിങ്ങനെ കിടക്കണം. നിന്റെ പിന്നിൽ നിന്റെ പ്രിയപ്പെട്ടവരിങ്ങനെ വരിവരിയായി നിൽക്കണം. അവിടെ നിന്ന് പള്ളിക്കാട്ടിലേക്ക് നീ പോകണം. ആ പാറക്കെട്ടിനുള്ളിലേക്ക് നീ കടന്നിരിക്കണം. നിന്റെ മുകളിൽ അതാ മറമാടപ്പെട്ടുകൊണ്ട് സ്ലാബോ കല്ലോ കട്ടയോ പലകയോ എന്തുമാകട്ടെ എടുത്തു വെച്ചുകൊണ്ട് നീ ഏതൊരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ, ഏതൊരു വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ നീ അധ്വാനം നടത്തിയിട്ടുള്ളത്, അവസാനം അവര് നിനക്ക് തന്ന ഉപകാരമേതാ? നഷ്ടപ്പെടുത്തി ആർക്ക് വേണ്ടിയിട്ടാണോ അധ്വാനിച്ചത്, അവസാനം അവര് നിനക്ക് തരുന്ന ഉപഹാരം എന്നാ പിടിച്ചോ. ഭയാന്ന് പറഞ്ഞില്ലെങ്കിലും ഭയാന്ന് പറയില്ലല്ലോ. മണ്ണിങ്ങനെ വന്ന് വീഴാൻ സങ്കല്പമാണോ, ചരിത്രം പറയാണോ, എന്റെ നിങ്ങളുടെ നാളത്തെ അവസ്ഥയാ? ശരിക്കും ചിന്തിച്ചോ. ഇപ്പൊ ഈ നോട്ടീസ് തന്നിട്ടല്ലേ, ഈ നോട്ടീസ് തരിക ആ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി. പരിപാടി നന്നാവുമല്ലോ. എന്തുവാകട്ടെ, ഈ നോട്ടീസ് തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. പല വിശേഷങ്ങളും ഞാൻ ചുരുക്കുന്നു. പല വിശേഷങ്ങളും നമ്മുടെ വീടുകളിൽ പരിസരങ്ങളിൽ നടക്കാറുണ്ട്. നമ്മൾ പറയും, ചില ആളുകൾ പറയും, ചില ജാടയുള്ള ആളുകൾ പറയും, മുതക്കബ്ബിരീങ്ങളായ കിബ്റുള്ള ആളുകൾ പറയും, എന്റെ വീട്ടിൽ വന്നവൻ ക്ഷണിച്ചില്ല, ഹാജിയാർ വഴിയിൽ വെച്ചാ എന്നോട് വിവരം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവില്ല. ഭയങ്കര പവറായി പോയി. അല്ലാഹു എന്റെ വീട്ടിൽ വന്നെന്നെ ക്ഷണിച്ചില്ല. ഞാനിങ്ങനെ മാർക്കറ്റിൽ പോയപ്പോ അവിടെ വെച്ച് കണ്ടപ്പോ പറഞ്ഞു, അങ്ങനെ മോളെ കല്യാണമാണ്, അല്ലേ മോന്റെ ആണ്, എന്തോ ആട്ടെ, അതുകൊണ്ട് അങ്ങനെ പോവാ. ആ വിളി ഒരു ഔദ്യോഗികമായില്ലല്ലോ. വല്ലാത്ത ഔദ്യോഗികം തന്നെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയാ, കല്യാണ ലെറ്റർ തീർന്നു പോയി. എന്ത് വർത്താനം അത്? അറിഞ്ഞൂടെ? കല്യാണം വിളിക്കാൻ തന്നെ ഇറങ്ങിയ ലെറ്റർ തീർന്നു പോയി. പോവില്ല, എന്നെ കിട്ടൂല, ഞാൻ പോവില്ല. ലെറ്റർ കൊണ്ടുവരട്ടെ. വീട്ടിൽ വന്ന് വിളിച്ചു, നാരങ്ങ വെള്ളം കൊടുത്തു, അല്ലെങ്കിൽ കലക്കി എന്തൊക്കെ വിഷം കൊടുത്താലും വേണ്ടിയില്ല, ഞാൻ പോവില്ല. കല്യാണ ലെറ്റർ കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഇല്ലേ? ഞാനും ചോദിക്കുന്നു, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? പല നിലക്കുള്ള ക്ഷണങ്ങൾ തന്നിട്ട് പല വിഷയത്തിന്റെ പേരിലും പോകാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന ആളുടെ മൗത്ത് കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്നെങ്കിലും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ, അല്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞറിയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എന്റെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മയ്യത്ത് വീട്ടിൽ പോവില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എനിക്ക് ചെല്ലോരുള്ള ലെറ്റർ തന്നിട്ടില്ല. പറഞ്ഞത് വഴിയിൽ വെച്ചാണ്, ആരും പറയുന്നില്ല. ആരോ എവിടെയോ പറഞ്ഞ ശബ്ദം കേട്ടുകൊണ്ട് നിന്ന് കോലത്തിൽ പണിയെടുക്കാൻ കൃഷിയിടത്തിൽ നിന്നതാണെങ്കിലും ആ വിയർപ്പോടുകൂടി ഓടുകയാ. അല്ലാ, നല്ല ചെറുപ്പക്കാരനാ. അതാ ധൃതിയോടെ വീട്ടിലേക്ക് ഓടുമ്പോ എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് ആള് ഓടിക്കൂടാൻ ഈ ദിവസം എത്രയാ? ഗൗരവത്തോടും ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. ഏതെല്ലാം ചെറുപ്പക്കാരാണ് മരണത്തിനതാ കീഴടങ്ങുന്നത്. ഈ അടുത്തൊരു പത്രത്തിൽ കണ്ട അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച. അതിന്റെ ഹെഡിങ് എന്താ അറിയാം?
അതിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയോ? ഇതിന്റെ പത്രത്തിൽ കാസർഗോഡ് ഒരു പ്രഭാഷണത്തിൽ ഞാൻ വായിച്ചതാ. പല പ്രഭാഷണത്തിന്റെ വിഷയം പറയലുണ്ട്. കാരണം ചെറുപ്പക്കാരത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പരിസരവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വാക്കായതുകൊണ്ടാണ് പത്രത്തിന്റെ കട്ടിങ് ഞാൻ പറയുന്നത്. കുറച്ച് പിന്നിലേക്കൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എന്താ പത്രത്തിൽ വന്ന ആ തലവാചകം. പച്ചിലകൾ കൊഴിയുമ്പോൾ, പച്ചിലകൾ കൊഴിയുമ്പോൾ സാധാരണ ഏതിലെയാ കൊഴിയുന്നത്? പഴുത്ത ഇലയാ കൊഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഗൗരവത്തോട് ആലോചിക്കണേ. പച്ചിലകൾ കൊഴിയുമ്പോളെന്ന് ആ വലിയ ഹെഡിങ്ങോടുകൂടി കൗതുകത്തോടെ ഡോട്ടിട്ട് കൊണ്ട് വന്ന ആ തലവാചകം കണ്ട് തടിക്കങ്ങ് വായിച്ചു നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. എത്ര ചെറുപ്പക്കാര് ആക്സിഡന്റിൽ മരണപ്പെടുകയാ, ക്യാൻസർ രോഗം വന്ന് മരണപ്പെടുകയാ, നിൽക്കുന്നതിൽ പിന്നെ സൈലന്റ് അറ്റാക്ക് എന്ന ഓമന പേരിൽ മരണപ്പെട്ടു പോവുകയാ. എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് മറന്നു പോകണ്ട. എന്റെ വകയല്ല കൂട്ടരെ, വിശുദ്ധമായ ഖുർആനിന്റെ വിശുദ്ധ വാചകവാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫൈദാ ജാ അജലുഹും, ഓരോ ആളുകളുടെയും അവധി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഒരിക്കലും മുമ്പിലേക്കില്ല, പിന്നിലേക്കില്ല. മുമ്പോട്ടൊരു നിമിഷം പോലും പോവില്ല, പിന്നോട്ടൊരു നിമിഷം പോലും പോവില്ല. അറിയണേ, എടുത്തു നടന്ന പത്തനംതിട്ട ജില്ലയിലോ നടന്ന അതേ രണ്ട് കുട്ടികളാ, ഒരു പെണ്ണും ആണും പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആളിച്ചു വളർത്തിയ ഈ സമുദായത്തിന്റെ അംഗത്തിൽപ്പെട്ട കുട്ടിയാ. അതേ, ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി കളിക്കാൻ സ്റ്റേഡിയത്തിൽ പോവുകയാ. സ്റ്റേഡിയത്തിൽ പോയ കുട്ടി നോക്കുമ്പോ അന്ന് കളിയില്ല. കൂട്ടുകാരോട് പറയുന്നു നമുക്ക് കുളിക്കാൻ പോകാമല്ലോ, കുളിക്കാൻ പോകാമല്ലോ. ഞാനിത് പറയാനുള്ള കാരണം എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കൂട്ടുകാരനും കൂടിയാണ്. വ്യക്തമായിട്ട് ഞാൻ പറയുകയാ. അത്ഭുതപ്പെട്ടു പോയി. പടച്ചവന്റെ ഖലാഖ്, പടച്ചവന്റെ തീരുമാനം എത്ര കൃത്യമായിട്ടാ സംഭവിക്കുന്നത്. അവര് പറയുന്നു ആറ്റിൽ കുളിക്കാൻ പോണമല്ലോ. കൂട്ടുകാര് പോയി കുളിച്ചു. കൂട്ടുകാര് കുളിയെല്ലാം കഴിഞ്ഞു. ഈ 7ാം ക്ലാസ്സുകാരനായ കുട്ടി പറയുന്നു കുളിച്ച് കയറി തോർത്താന് പോകുമ്പോ ഒരു വാക്ക് പറയുകയാ, ഞാനൊന്നും കൂടി ഒന്ന് മുങ്ങിയിട്ട് വരട്ടെ, ഞാനൊന്നും കൂടി ഒന്ന് മുങ്ങിയിട്ട് വരട്ടെ. ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ആ മുങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള പ്രയാണമാണെന്ന് പൊന്നുമോൻ അറിഞ്ഞു. കുളിച്ചു കരയിൽ കയറി തോർത്താൻ പോകുന്ന പൊന്നുമോൻ ഒന്നും കൂടി മുങ്ങണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ തീരുമാനം നടക്കണമല്ലോ. ഞാൻ ജോലി നോക്കിയ തിരുവനന്തപുരം ജില്ലയുടെ സമീപത്തുള്ള കണിയാപുരത്തിനടുത്തുള്ള ചാനാങ്കര എന്ന് പറയുന്ന പ്രദേശം നിങ്ങളൊക്കെ ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. ആ ചാനാങ്കര കഴക്കൂട്ടം പ്രദേശത്ത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് കഴക്കൂട്ടം. അതേ, ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതാ. അതിന്റെ സമീപത്തുള്ള ചാനാങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്കൂൾ വാന് മറന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 4 or 5 കുട്ടികൾ മരണപ്പെട്ടു പോയി. ഞാനതല്ല പറയുന്നത്, അള്ളാന്റെ തീരുമാനം നോക്കണേ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓടിപ്പോകുമ്പോ എന്റെ മുമ്പിലൂടെ മാലാഖയെ പോലെയുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട്, അതോ വെള്ളം കുടിച്ച് വയറ് പെരുകിയിരിക്കുന്ന പൊന്നോമനെയും കൊണ്ട് ആംബുലൻസിലേക്ക് ഓടിപ്പോകുമ്പോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ ഒരു സംഭവം അതിന്റെ ഇടയ്ക്കുണ്ടായി. അതാ ഒരമ്മ ഒരു പ്രിയപ്പെട്ട അമ്മ നിന്ന് കരയുകയാ. എന്നോടൊപ്പം നിന്ന് ഒരാൾ ചോദിച്ചു, എന്നെ കൊണ്ടുവന്ന വാഹനത്തിൽ കൊണ്ടുവന്ന ആള് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ അമ്മ പറയുകയാണ്, ഈ വാഹനത്തിൽ എന്റെ പൊന്നുമോനും പെടേണ്ടതായിരുന്നു, അപകടത്തിൽ പെടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ സാധാരണ എന്റെ വീടിന്റെ മുമ്പിലൂടെ വാഹനം പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് സാധാരണ പോകുന്നത്.
തിരിച്ച് ആ പുഴയുടെ വക്കത്തുകൂടി പോയതിനു ശേഷം തിരിച്ചു മടങ്ങി എന്റെ വീടിന്റെ സൈഡിലൂടെ പോകുന്ന എന്റെ സൈഡ് വരുമ്പോഴായിരുന്നു എല്ലാ പ്രാവശ്യവും എന്റെ പൊന്നുമോനെ ഞാൻ കൈപിടിച്ചിറക്കുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഓപ്പോസിറ്റ് സൈഡിലൂടെ വാഹനം പോകുമ്പോ ഞാൻ അവിടെ വിളിച്ചു പറയുന്നു, നിർത്തിക്കോ, ഇങ്ങ് നിർത്തിക്കോ, അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ എന്റെ പൊന്നുമോനെ വിളിച്ചിറക്കി ദുരന്തത്തിലേക്ക് പോകണമെന്നറിയാത്ത ആ പ്രിയപ്പെട്ട സഹോദരി പൊന്നുമോനെ വിളിച്ചിറക്കുമ്പോ അവിടെയും ചേർത്ത് വായിച്ചോ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. സമയം അല്ലാഹു നിശ്ചയിച്ചതായിട്ടില്ല. കാരണങ്ങൾ പലതാണ്, ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിച്ചോ. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് നീങ്ങി നിൽക്ക്. എല്ലാ സഹോദരങ്ങളും അല്ലാഹുവിന്റെ ദീനാ കേൾക്കാൻ വന്നതെങ്കിൽ, ദീൻ കേൾക്കാൻ വന്നവരാണെങ്കിലും, മരണത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, അസ്റായിലിനെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അനശ്വര ലോകത്തിലേക്കുള്ള കവാടത്തിലേക്ക് കാൽവെപ്പ് നടത്താനും കരുണക്കടനായ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പരിസരത്ത് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒന്ന് മുമ്പോട്ട് നിൽക്ക്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഒരല്പസമയം എല്ലാവരും ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് എഴുന്നേറ്റ് നിൽക്ക്. നമുക്കൊന്ന് ദുആരക്കാനാ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. സ്ത്രീകൾ അവിടെ ഇരുന്നാ മതി. കൂട്ടത്തിൽ ഞാൻ പറയുന്നു അൽഹംദുലില്ലാഹ് ശഅറേ മുബാറക് പൂനൂര് നടന്ന അൽഹംദുലില്ലാഹ് പേരോട് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുൽ കുമാറാകട്ടെ. അല്ലാഹു ഇസ്സത്തും ഹിമ്മത്തും ഹിഫ്ദും ഹിമായത്തും അമ്നും ഈമാനും ഒക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു പ്രഭാഷണമാണ്. CD ഇവിടെ കിട്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രസം. ഇത് കണ്ടറിയേണ്ടതല്ല. അങ്ങനെ ഒറ്റ വാക്ക് ഞാൻ പറയാം. ഇത് കണ്ട് അറിയേണ്ടതാ, വിഷയം കേൾക്കേണ്ടതാ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബഹു യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കോപ്പി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇതെനിക്ക് ഇല്ലേ? ആയിക്കോട്ടെ. അല്ലാഹു പറഞ്ഞില്ലോ, ചോദിച്ചു പഠിക്കണോ? അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ചുവട്ടടികളും പോകുന്നത് ഖബറിലേക്കാണ്. ഓരോ ചുവട്ടടികളും പോകുന്നത് ഖബറിലേക്കാണ്. മൗത്തിന്റെ മണമുള്ള ഇഹലോകവാസം, ഈ ജന്മമിന്നും ഒരു മൗനാനുവാദം. മരണത്തിന്റെ മണമുള്ള ലോകമാണ്. ഈ ലോകത്ത് ആകെ ഒരു വാസനയുണ്ടെങ്കിൽ മരണത്തിന്റെ വാസന. എല്ലാവർക്കും ഉള്ളൊരു വാസന അതാ. ഏതൊക്കെ ഊതും, ഏതൊക്കെ അത്ര വരട്ടിയാലും, ഏതൊക്കെ ക്വാളിറ്റി ഉള്ളത് വിട്ട് ഏറ്റവും നല്ല വാസന നമ്മുടെ ശരീരത്തിലുള്ള വാസന നമുക്ക് മണക്കാൻ ഇപ്പൊ പറ്റാത്തതും നല്ലതുപോലെ മണക്കേണ്ടതുമായ വാസന മരണത്തിന്റെ വാസനയാണ്. മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ലതമൂതുന്ന കമാ തനാമൂൻ ലതുബഅതുന്ന കമാ തസ്തൈഖിദൂൻ. കിടക്കുന്നവരെ പോലെ നിങ്ങൾ മരിക്കാനുള്ളവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഉറങ്ങാൻ, ഇത് വിശദീകരിക്കേണ്ട ഒരു ഹദീസാണ്, ഒരു പരാമർശമാണ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ നിങ്ങൾ മരിക്കാനുള്ളവരാണ്. ലതുബഅതുന്ന കമാ തസ്തൈഖിദൂൻ. ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം നാളെ റബ്ബിന്റെ സവിധത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ളവരാണ് ഞങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ ശരിക്ക് ചിന്തിച്ചെങ്കിലേ പറ്റൂ, കാര്യമായിട്ട് ജീവിച്ചെങ്കിലേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നൈമിഷികമാണ്, ഇതൊക്കെ കാണുന്ന ഒരു കളിപ്പാട്ട സമാനമാണ്. ജീവിതം തുടങ്ങിയിട്ടില്ല. ജീവിതത്തിന്റെ തുടക്കമാണ് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറാണ് ഒന്നാമത്തെ വീട്, മറന്നു പോകണ്ട. ആ രാത്രിയാണ് ഏറ്റവും ഒന്നാമത്തെ മരണപ്പെട്ട് ഖബറിൽ പോകുന്ന രാത്രിയാണ്. വല്ലാത്ത ആദ്യ രാത്രി.
വല്ലാത്ത ആദിരാത്രി എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് ഒരു പ്രാണപ്രയസ് കടന്നു വരുമ്പോ, നിനക്ക് തുണയായി നിന്റെ ജീവിതത്തിലേക്ക് ഒരു ഇണ കടന്നു വരുമ്പോ, നിന്റെ ആദിരാത്രി വല്ലാത്ത രസമുള്ള ആദിരാത്രി പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നിർമ്മണവുമായി സുന്ദരനും സുന്ദരിയും കൂടി ഒന്നിച്ച് രാവിലെ പകലാക്കി മാറ്റുന്ന ആദിരാത്രി ഉണ്ടല്ലോ. പൊന്നുമോനെ പൊന്നുമോളെ, ആദിരാത്രി യഥാർത്ഥ ആദിരാത്രിയല്ല കേട്ടോ. ഈ യഥാർത്ഥ ആദിരാത്രി നീ കടക്കുന്ന ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, ഖബറിൽ കിടക്കുന്ന ഒന്നാമത്തെ രാത്രി. ആ രാത്രി നിർണായകവാ, ആ രാത്രിയാ നിർണായക രാത്രി. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്തെല്ലാം മോഡലുകൾ അന്വേഷിച്ച് നീ മുമ്പോട്ട് പോയാലും, നീ ആരെ മോഡലായി സ്വീകരിച്ചാലും, ഒന്ന് ഗൗരവത്തോടൊരുത്തോ, മരണപ്പെട്ട് ഒന്നാമത് കിടക്കുന്ന ആദ്യ രാത്രിയുണ്ടല്ലോ. നമ്മുടെ പലരും ഖബറാളികളായിട്ട് കഴിയുന്നവരാ. നമ്മളെപ്പോഴാണ് കരുണക്കടലായ തമ്പുരാന്റെ തീരുമാനം, അപ്പോൾ നമ്മൾ ഖബറിലേക്ക് പോകാറുള്ളവരാ. ആ തീരുമാനത്തെ തടുക്കാൻ ആർക്കും പറ്റൂല. ഞാൻ പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, വിളിക്കാത്തവരും വിളിക്കുന്നൊരു സമയം, അവസാന സമയം. ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരല്പസമയം, ഒരു വർഷം തരുവോ? വർഷം തരുവോ? ഒരു മാസം തരുവോ? ഒരാഴ്ച തരുവോ? ഒരു ദിവസം തരുവോ? ഒരു മിനിറ്റ് തരുവോ? ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് അല്ല ഞങ്ങൾക്ക് മടക്കി തന്നാൽ അവര് പറയുന്നത് എന്താ? ഫസദ്ദഖ, ഞങ്ങൾ ഒരുപാട് ദാനധർമ്മം ചെയ്യാം. പോരാ പോരാ, വഅകും മിനസ് സാലിഹീൻ, ഞങ്ങളതാ സാലിഹീങ്ങളില്, സജ്ജനങ്ങളില്, സജ്ജിതരുടെ പാതയിൽ ഞങ്ങൾ ഉൾപ്പെട്ട് അല്ലാ നിന്നെ ഭയപ്പെട്ട് ഫിത്നയില്ലാതെ ഫസാദില്ലാതെ നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, കരങ്ങൾ കൊണ്ട്, തീരുമാനം കൊണ്ട്, ലക്ഷ്യങ്ങൾ കൊണ്ട് അന്യ സംഘടനയെ ഉപദ്രവിക്കൂല, അന്യർക്ക് വെറുപ്പുണ്ടാകുന്നത് ചെയ്യൂല. ഞാനും ഖബറിൽ കടക്കാനുള്ളവരാ. ആരൊക്കെ എനിക്കതിന് പ്രേരക ശക്തിയായിട്ടുണ്ടാലും അവരാരും ഖബറിൽ വരൂല, ഖബറിൽ വരൂല, ഖബറിൽ വരൂല. ഞാനും എന്റെ റബ്ബും മാത്രം ഏകമുഖമായ ഖബറിൽ കിടക്കേണ്ട സമയം ഇന്നല്ലെങ്കിൽ നാളെ വരാനുള്ള ചെറുപ്പക്കാരാ. ഗൗരവത്തോടും ആലോചിച്ചോ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തീരുമാനം നടക്കാൻ എത്ര ദിവസം അവര് ചെറുപ്പക്കാരെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്ന് ഗൾഫിൽ നാട്ടിൽ മുകളിൽ നിന്ന് എത്രയോ നിലയുടെ മുകളിൽ നിന്ന് താഴെ വീണു. താഴെ വീണ ചെറുപ്പക്കാരൻ താഴെ എവിടെയാ വന്ന് വീണത്? താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിന്റെ കാറിന്റെ മുകളിലാ വീണതിന്റെ ഗാംഭീര്യം കൊണ്ട്, വീണതിന്റെ ആ ശക്തി കൊണ്ട് ആ കാറങ്ങ് തരിപ്പണമായി. പക്ഷേ ആ ചെറുപ്പക്കാരൻ എത്രയോ നിലകളുടെ മുകളിൽ വീണ ആ ചെറുപ്പക്കാരൻ ഒരു കുഴപ്പവും പറ്റിയില്ല. ആ ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുമ്പോ ഈ രംഗം കണ്ടുകൊണ്ട് പരിസരത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിനെ പിടിച്ചു വെക്കാനും പരിഹരിക്കാനും പരിചരിക്കാനും ഓടിക്കൂടിയപ്പോ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അത്ഭുതകരമായി രക്ഷപ്പെടുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങൾ എന്നെ പരിചരിക്കാൻ വന്നവരാ, പരിരക്ഷിക്കാൻ വന്നവരാ. നിങ്ങൾ അവിടെ നിൽക്കും, ഞാൻ അപ്പുറത്ത് പോയിട്ട്, ഞാൻ അപ്പുറത്ത് പോയി നിങ്ങൾക്ക് വെള്ളം വാങ്ങിക്കൊണ്ടുവരാം. അതാ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് കോള കടയിലേക്ക് അതാ ഒരു പാക്കറ്റ് കോളയുമായി കടന്നു വരുമ്പോ, ഒരുപാട് കുപ്പികൾ ഉൾക്കൊള്ളുന്ന ആ പാക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ ഈ എതിരെ വന്ന വാഹനം ചീറിപ്പാഞ്ഞിടിച്ചവടെ കടന്ന് പടഞ്ഞ് 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 മരിക്കുമ്പോ ലാ യസ്തഗ്ഫിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അതുകൊണ്ട് എപ്പോഴാ പെങ്ങളെ ഗൗരവത്തോട് ആലോചിച്ചോ. കലാലയങ്ങളിൽ ആഭാസം കാണിച്ചു നിന്റെ സൗന്ദര്യ പ്രദർശനം നടത്തിയിട്ട് നീ ആരെ അത്ഭുതപ്പെടുത്തിയാലും പൊന്നുമോളെ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്
ഖബർ കണ്ടാൽ കരയുന്ന മഹാന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാനാ എത്ര കാലം നമ്മൾ അവിടെ കിടക്കണം നമ്മുടെ സ്വന്തം ഭവനത്തിൽ ശയിക്കുന്നതിനേക്കാളും കിടക്കാനുള്ള മണ്ണ് നമ്മൾ പരിസരത്താ ശ്രദ്ധിക്കാതെ പോകുന്നെങ്കിൽ സൂക്ഷിച്ചോ അല്ലാഹു വേണ്ടതുപോലെ ചിന്തിക്കാൻ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് വാഹനാപകടത്തിൽ മരണപ്പെട്ട യാംബോ ചെയർമാൻ അബ്ദുൽ അസീസ് അമാനി അരിമ്പ്ര വാഹനാപകടത്തിൽ മരണപ്പെട്ട സഹോദരൻ അല്ലാഹു പേരാവൂരിൽ രണ്ടാളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളോട് ഞാൻ പറഞ്ഞു ഉസ്താദ് അവരുടെ അതുപോലെ അബ്ദുള്ള എന്ന സഹോദരൻ മരണപ്പെട്ടു. അത് മുമ്പേ ഓർമ്മപ്പെടുത്തി വല്ലാത്ത പ്രയാസമായിട്ട് നമ്മുടെ പ്രവർത്തകന്റെ ഉപ്പയാണ് എന്നോട് ഫോൺ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം ദുആരക്കണം അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് കുറച്ചമയം പറയും അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ് ഖൈർ എന്താണോ നീ അത് എളുപ്പമാക്കണേ അല്ലാഹ് റാഹത്തും ഇസ്സത്തും ഹിമ്മത്തും നീ നൽകണേ അല്ലാഹ് ആക്സിഡന്റായി ചികിത്സയിലുള്ള നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ അല്ലാഹുവേ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളെ ഓർത്തുപോയി. കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പ്രസംഗത്തിന് വന്നപ്പോൾ ഏതോ വലിയൊരു റൂസുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണമാണ്, സ്ഥലം ഓർക്കുന്നില്ല. അന്ന് അവിടെ സ്റ്റേ ഉള്ള വീട്ടിലേക്ക് കിടക്കാൻ ചെന്നപ്പോൾ അർദ്ധരാത്രി സമയത്ത് ലൈറ്റിലാണെന്ന് കഴിയുമ്പോൾ ചെറിയൊരു കരച്ചിലേക്ക് നോക്കുമ്പോൾ ഓടി നടന്ന് അതിന്റെ പ്രവർത്തകനും കൂടിയായ ഒരു മധ്യവയസ്കനായ ഒരാൾ സഹോദരന്റെ അടുത്ത് ഇങ്ങനെ കരയാ ഉസ്താദെ ഞാൻ ഓടി നടക്കുന്നുണ്ട് എന്റെ രോഗം എന്താണെന്ന് അറിയുമോ എന്ന് പറഞ്ഞ് രാത്രി എന്റെ കൈ പിടിച്ച ആ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു അവിടെ ഒരു മിഷൻ ഇരിക്കുക, നെഞ്ച് പിളർന്നു എന്തെല്ലാം രോഗങ്ങളാ. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിലും ഹോസ്പിറ്റലുമായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്, ഞങ്ങളിൽ പലരും രോഗികളാ. ഈ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാഹ് പടച്ചവനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ്.